മദ്യപിച്ചാൽ പലതരത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാകും അല്ലേ? അക്രമം കാണിക്കുന്നവരുണ്ടാകും, സംസാരപ്രിയരുണ്ടാകും, പെട്ടെന്ന് സംഗീത പ്രേമികളാകുന്നവരൊക്കെ ഉണ്ടാകും. അയൽക്കാരും അടുത്ത സുഹൃത്തുക്കളുമാണ് അനീഷും സന്ദീപും. ഇവര് രണ്ടുപേരും കൂടി ഷെയർ ഇട്ട് ഒന്ന് മദ്യപിച്ചു. പക്ഷേ പിന്നെ നാട്ടുകാരറിഞ്ഞത് കൊലപാതക ശ്രമത്തിനടക്കം കേസെടുത്തുന്ന കാര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ സംഗീത പ്രേമം മറ്റൊരാൾക്ക് പിടിച്ചില്ല. അതാണ് കാര്യം. കൂടുതൽ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദമായി CK അഭിലാൽ നമ്മളോട് പറഞ്ഞു തരും. അഭിലാൽ, പാട്ടിനെ ഡാൻസിനെ കുറിച്ചൊക്കെ ഇത്രയും നേരം പറഞ്ഞു വന്നിട്ട് ഇത് എങ്ങനെ പൊല്ലാപ്പായി എന്നുള്ളൊരു കാര്യമാണ് അഭിലാൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ മദ്യലഹരി തലയ്ക്ക് പിടിച്ചത് കൊണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടായി എന്നൊക്കെ അറിയുന്നു. എന്താണ് ഉണ്ടായത്? പൂജ, രണ്ടെണ്ണം അടിച്ചാൽ ആളുകൾ പലതരത്തിലാണ് പ്രതികരിക്കുന്നത്. ചിലർ അമിതമായി സംസാരിക്കും, ചിലർ പെട്ടെന്ന് ക്ഷുഭിതരാകും, ചിലർ പഴയതിനേക്കാൾ കൂടുതൽ മൗനികളാകും, മറ്റു ചിലരാകട്ടെ അടി കൊണ്ടേ അടങ്ങൂ എന്നുള്ള വാശിക്കാരായി മാറുകയും ചെയ്യും. ഈ അനീഷും സന്ദീപും എന്നുള്ളത് ദീർഘകാല സുഹൃത്തുക്കളാണ്. എതിർ ദിശയിലെ വീടുകളിൽ താമസിക്കുന്നു അയൽപ്പക്കക്കാർ. അവരിടയ്ക്കൊക്കെ ഷെയർ ഇട്ട് മദ്യം വാങ്ങിക്കുകയും രണ്ടെണ്ണം വീതം വീശുകയും ചെയ്യുമായിരുന്നു. ഇന്നലെ രാത്രിയിലും സംഭവിച്ചത് അതുമാത്രമാണ്. വൈകിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് രാത്രി ഇരുവരും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. സന്ദീപ് നേരെ വീട്ടിലെത്തി. അദ്ദേഹത്തിന് മദ്യപിച്ചാൽ അല്പം പാട്ട് കേൾക്കണം എന്നുള്ള ഒരു പ്രേമം കൂടുതലുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം മാക്സിമം വോളിയത്തിൽ പാട്ട് വെച്ചു. എതിർ ദിശയിലെ വീട്ടിലുള്ള അനീഷിനാകട്ടെ ഇത് കേട്ടപ്പം ആകെ താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു. പിന്നീട് അനീഷ് നേരെ സന്ദീപിൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ ഒരു പൂരപ്പാട്ട് തന്നെ നടത്തിയെന്നുള്ളതാണ് സമീപത്തെ ആളുകൾ നൽകുന്ന വിവരം. എന്തായാലും തർക്കമായി, കയ്യാങ്കളിയായി. ഇതിനിടയിൽ അനീഷ് വെട്ടുകത്തിക്കൊണ്ട് സന്ദീപിനെ വെട്ടുകയാണ് ഉണ്ടായത്. അയാളുടെ തലയ്ക്കും ചെവിക്കും പരിക്കേറ്റു. നാട്ടുകാർ ഓടിക്കൂടിയവർ ക്രൈം സ്റ്റോപ്പറിൽ വിളിച്ചു. പട്രോളിങ്ങിലായിരുന്ന അടൂർ പോലീസ് സംഘം സ്ഥലത്തെത്തി. പരിക്കേറ്റ സന്ദീപിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒപ്പം തന്നെ അനീഷിനെ അവിടെ നിന്ന് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. സന്ദീപിൻ്റെ പരിക്ക് എന്നുള്ളത് തലയിൽ 3 കുത്തിക്കെട്ടും ചെവിയിൽ 3 കുത്തിക്കെട്ടും, അങ്ങനെ 6 കുത്തിക്കെട്ട് അയാൾക്ക് ആകെയുണ്ട്. കിടത്തി ചികിത്സ പൂർത്തിയാക്കി ഉച്ചയോടുകൂടി അയാൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്നാൽ സന്ദീപിൻ്റെ പോക്കെന്നുള്ളത് ജയിലിലേക്ക് തന്നെയാണ്. അയാൾക്കെതിരെ കൊലപാതക ശ്രമം, അതിക്രമിച്ച് കടക്കൽ, മാരകായുധം കൊണ്ട് അക്രമം നടത്തി എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ പോലും മദ്യം തലയ്ക്ക് പിടിച്ചാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകളുടെ ഒരു വിശേഷമാണ് പൂതങ്കര എന്നുള്ള സ്ഥലത്തുണ്ടായ ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.